നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 20 വ്യാഴാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തുള്ള ഉക്രൈൻകാർക്ക് വാഗ്ദാനം ചെയ്യുന്ന വിസകളെക്കുറിച്ച് പുനർവിചിന്തനം നടത്തുവാനും സെറ്റിൽമെന്റിനുള്ള സ്ഥിരമായ വഴി ഉൾപ്പെടുത്തുവാനും സർക്കാരിനോട് ആവശ്യപ്പെട്ട് ചാരിറ്റികൾ. 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം UKയിലേക്ക് മാറിയ നിരവധി ഉക്രൈൻ പൌരന്മാർ ഉടൻ തന്നെ ഉക്രൈൻ പെർമിഷൻ എക്സ്റ്റൻഷൻ സ്കീം വഴി വിസ നീട്ടാൻ അപേക്ഷിക്കേണ്ടി വരും. 18 മാസത്തെ വിപുലീകരണം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും രാജ്യത്ത് തുടരുവാൻ സ്ഥിരമായ ഓപ്ഷനൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. ഉക്രൈൻ പ്രസിഡന്റിനെ ഏകാധിപതി എന്ന ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചതിന് പിന്നാലെ സെലൻസ്കിയെ പിന്തുണച്ച് പ്രധാനമന്ത്രി KR സ്റ്റാർമർ. വ്ളാഡിമിർ സെലൻസ്കിയെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവായിയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. യുദ്ധസമയത്ത് തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുന്നത് തികച്ചും ന്യായമാണെന്ന് പറഞ്ഞതായി ഡൌണിംഗ് സ്ട്രീറ്റ് വ്യക്തമാക്കി. മര്യാദയുള്ള വിജയിച്ച ഹാസ്യ നടനെന്നും സ്വേച്ഛാധിപതിയെന്നും സെലൻസ്കിയെ ട്രംപ് പരിഹസിച്ചിരുന്നു. ഇംഗ്ലണ്ടിലെ മ്യൂസിയങ്ങൾ, ഗാലറികൾ, മറ്റ് സാംസ്കാരിക വേദികൾ എന്നിവയ്ക്ക് 270 മില്യൺ പൌണ്ട് ധനസഹായം ലഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. അടിയന്തരമായി സാമ്പത്തിക സഹായം ആവശ്യമുള്ള പ്രസ്തുത ഇടങ്ങളിലേക്ക് പണം വിനിയോഗിക്കുമെന്ന് സാംസ്കാരിക മാധ്യമ കായിക വകുപ്പ് വ്യക്തമാക്കി. സുപ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ദീർഘകാല സാമ്പത്തിക പുനരുജ്ജീവനം മെച്ചപ്പെടുത്തുകയുമാണ് ഫണ്ടിലൂടെ ലക്ഷ്യമിടുന്നത്. 2010നും 2023നും ഇടയിൽ UK കലാ സാംസ്കാരിക സംഘടനകൾക്കുള്ള പ്രധാന ധനസഹായം 18% കുറഞ്ഞിരുന്നു. 2025 ജനുവരിയിൽ UKയിലെ ഉപഭോക്തൃ വില സൂചിക 3% ഉയർന്നതായി റിപ്പോർട്ടുകൾ. ഇത് കഴിഞ്ഞ 10 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡിസംബർ മാസത്തിൽ 2.5 നിരക്കായിരുന്നു ഇത്. വിലക്കയറ്റത്തിന് പ്രധാന കാരണമായി മാറിയത് ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനവാണ്. പ്രത്യേകിച്ച് മാംസം, മുട്ട, വെണ്ണ, ധാന്യങ്ങൾ എന്നിവയുടെ വിലകൾ മുൻ വർഷത്തേക്കാൾ കൂടുതലാണ്. കൂടാതെ സ്വകാര്യ സ്കൂൾ ഫീസുകൾക്ക് വാറ്റ് ചുമത്തിയതും വിമാന ടിക്കറ്റുകളുടെ നിരക്കുകൾ ഉയർന്നതും നികുതി വർധനവും വിലക്കയറ്റത്തിന് കാരണമായി. UKയിലെ സരയിലുള്ള ഹൈസ്ട്രീറ്റ് റോഡിൽ രൂപപ്പെട്ട ചെറിയ സിങ്ക് ഹോൾ പാതാളക്കുഴിയായി മാറി. സ്ട്രീറ്റിൽ റോഡിടിഞ്ഞ് രൂപപ്പെട്ട പാതാളക്കുഴി ഇപ്പോൾ അഗാധ ഘട്ടമായി രൂപം കൊണ്ടതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലാണ്. ചെറിയൊരു കുഴിയായാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടതെങ്കിലും പിന്നീട് കുഴി 65 അടി നീളത്തിലാവുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു കുഴി രൂപപ്പെടുന്നത് അപൂർവ സംഭവമായതിനാൽ സറേ കൌണ്ടി കൌൺസിൽ അധികൃതർ മേജർ ഇൻസിഡന്റ് പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് അപകടാവസ്ഥയിലായ റോഡിന് സമീപത്തെ നിരവധി വീടുകൾ അധികൃതർ ഒഴിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തക ഷാർലറ്റ് പീറ്റിനെ ബ്രസീലിൽ കാണാതായതായി റിപ്പോർട്ട്. 32 വയസ്സുള്ള ഷാർലറ്റ് ആലിസ് പീറ്റിനെ സാവോപോളോയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് കാണാതായത്. 12 ദിവസത്തിലേറെയായി കാണാതായിട്ടെന്ന് വിദേശ ലേഖകരുടെ സംഘടന അറിയിച്ചു. തിരച്ചിൽ ഊർജിതമാക്കുവാൻ അധികാരികളോട് അഭ്യർത്ഥിച്ചതായി സംഘടന അറിയിച്ചു. പ്രീമിയർ ലീഗിൽ വില്ല പാർക്കിൽ നടന്ന ആസ്റ്റൺ വില്ല ലിവർപൂൾ മത്സരം 2-2 എന്ന സമനിലയിൽ അവസാനിച്ചു. 29ാം മിനിറ്റിൽ മുഹമ്മദ് സലയുടെ ഗോളിലൂടെ ലിവർപൂൾ മുന്നിലെത്തിയെങ്കിലും യൂറി ടൈൽമാൻസും ഒലി വാട്കിൻസും വില്ലയ്ക്കായി ഗോൾ ഉയർത്തിയതോടെ ആദ്യ പകുതിയിൽ വില്ല 2-1 ലീഡ് ഉയർത്തി. രണ്ടാം പകുതിയിൽ അലക്സാണ്ടർ അർണോൾഡിന്റെ ഗോളിലൂടെ ലിവർപൂൾ സമനില പിടിച്ചെടുത്തു. ഡാർവിൻ ന്യൂനസ് വലിയൊരു അവസരം നഷ്ടപ്പെടുത്തിയത് ലിവർപൂളിന് തിരിച്ചടിയായി. ഇതോടെ 61 പോയിന്റുകളോടെ ലിവർപൂൾ 1ാം സ്ഥാനത്തും 39 പോയിന്റുകളുള്ള വില്ല 9ാം സ്ഥാനത്തും തുടരുകയാണ്. വിഗൻ മലയാളി അസോസിയേഷന്റെ 20ാം വാർഷികാഘോഷം വർണ്ണാഭമായി. എച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വിഗൻ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ബിനോദ് ചിറത്തറ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി ഗായകരായ വിധു പ്രതാപ്, ജോത്സ്ന എന്നിവർ അവതരിപ്പിച്ച സംഗീത ദിശയും കുട്ടികളുടെയും മുതിർന്നവരുടെയും നേതൃത്വത്തിൽ നിരവധി കലാമത്സരങ്ങളും ഉണ്ടായി. വിഗൻ സെക്രട്ടറി സോണിയ ജോസ്, ട്രഷറർ രാജ് രവീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി സിൻഡോ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ദില്ലി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് രാംലീല മൈതാനത്ത് സത്യപ്രതിജ്ഞ ചെയ്യും. ഒപ്പം പർവേഷ് വർമ്മ, ആശിഷ് സൂദ്, മജീന്ദ്ര സിംഗ്, രവീന്ദ്ര ഇന്ദാജ് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവരും മന്ത്രിമാരായി ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. പലവിധ കണക്കുകൂട്ടലുകളോടെയാണ് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെത്തുന്ന രേഖ ഗുപ്തയെ BJP മുഖ്യമന്ത്രിയാക്കുന്നത്.
വിശാഖപട്ടണം ചാരക്കേസിൽ മലയാളി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. മലയാളിയായ PA അഭിലാഷിനെ കൊച്ചിയിൽ നിന്നാണ് NIA സംഘം അറസ്റ്റ് ചെയ്തത്. പിടിയിലായവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പാക് ചാരസംഘടനയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് NIA അറിയിച്ചു. UGC കരട് റെഗുലേഷനെതിരെ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ ഇന്ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തെലങ്കാന ഉപമുഖ്യമന്ത്രി, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൺവെൻഷനിൽ എത്തും. എറണാകുളം RTO ഓഫീസർ TM ജോൺസന്റെ വീട്ടിലെ വിജിലൻസ് റെയ്ഡ് 20 മണിക്കൂർ പിന്നിട്ടു. RTOയുടെ എളമക്കരയിലെ വീട്ടിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. വീട്ടിൽ നിന്ന് സാമ്പത്തിക ഇടപാടിന്റെ കൂടുതൽ രേഖകൾ പിടികൂടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ബസിന്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിലാണ് നടപടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരത്തിനെതിരെ നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ, ജസ്റ്റിസ് S. മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ആശാവർക്കർമാരുടെ സംഘടനാ നേതാക്കളുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.